ഓ നമോ നമ ശിവായ, ഓ നമോ നമ ശിവായ, ഓ നമോ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ യാത്ര പത്തായക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അഷ്ടമുടി കായലിലൂടെ തേവള്ളിക്കരക്കാരുടെ കുതിര കടവൂർ ഉത്സവത്തിന് എത്തുന്ന കാഴ്ചയാണിത്. ഈ കുതിര പോകുന്ന വഴിയിലാണ് പത്തായക്കല്ലിലേക്ക് പോയി അവിടെ വിളക്ക് തെളിയിച്ച ശേഷമാണ് ഈ കുതിര കടവൂരിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പത്തായക്കല്ലിൽ നമ്മളെ കയറ്റില്ല, കാരണം എന്താണ്ട് ഇത് കണ്ടോ, പോലീസാണ്, നിറയെ പോലീസ് നിൽക്കുകയാണ്. അപ്പം ഭരണസമിതി അംഗങ്ങളാണ് നമ്മളോടൊപ്പം വള്ളത്തിലുള്ളത്. ഈ കരയിൽ ഇറങ്ങിയാണ് ഇവിടെ വിളക്ക് തെളിയിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും കയറ്റില്ല, ആ കരയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല. ഇത്രയും പോലീസുകാരാണ് അവിടെ നിരന്നു നിൽക്കുന്നത്. അതിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ തൃക്കടവൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു ആചാരത്തിൻ്റെ കഥ കേൾക്കണ്ടേ? കണ്ടോളൂ വീഡിയോ. കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് അതായത് നമ്മുടെ വള്ളത്തിൽ കുതിരയെ കൊണ്ടുപോകുന്നത്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ തൃക്കടവൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ഒന്നടങ്കം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ തൃക്കടവൂർ ശിവരാജുവിൻ്റെ സ്വന്തം തട്ടകത്തിലേക്കാണ് ഈ കുതിര പോകുന്നത്. കെട്ടുകാഴ്ചയുടെ തുടക്കം കുറിക്കുന്നത് തേവള്ളിയിൽ നിന്നുള്ള കുതിര എത്തുമ്പോഴാണ്. അതിലും വലിയ ഒരു ആചാരമുണ്ടായിരുന്നു. പണ്ട് ശിവലിംഗത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പത്തായക്കല്ല് എന്ന് പറയുന്ന ഒരു കല്ലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിനാണ് ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളൊക്കെ ചേർന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ നിറയെ പോലീസുകാരാണ്. ബാക്കി ചരിത്രം നമ്മുടെ ചേട്ടൻ പറയും. ഇത് ഭരണസമിതി അംഗങ്ങളാണ്, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അടക്കമുള്ളവർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കുതിരക്കടവിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പത്തായക്കല്ലില് വെറ്റിലയും പാക്കും സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയാണ്. നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഈ തിരുസന്നിധിയിൽ ഇന്നൊരു സ്വകാര്യ വ്യക്തി അത് കയ്യേറുകയും നമ്മുടെ ആചാരങ്ങൾ മുടങ്ങിക്കിടക്കുകയുമാണ്. ഇന്ന് നമ്മളെ ആ ചൈതന്യം കുടികൊള്ളുന്ന സ്ഥലത്ത് ഈ വെറ്റയും പാക്കും സമർപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആ സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കയറാതിരിക്കുവാനായി കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കുകയും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ആ ക്ഷേത്ര ഉപദേശക സമിതിയെയും ഭക്തജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോട്ട് കയറ്റാതിരിക്കുകയും ചെയ്തിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാലും ക്ഷേത്ര ആചാരം മുടക്കുവാൻ ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും തയ്യാറല്ലാത്തത് കൊണ്ട് അന്നേ ദിവസം തേവള്ളിക്കാരുടെ കുതിരയോടൊപ്പം എത്തി നമുക്ക് പറ്റുന്ന സ്ഥലത്ത് ആ പത്തായക്കല്ല് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായി നമ്മൾ ആ വെറ്റയും പാക്കും സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങി പുറപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം മഹാദേവായ നമഃ, ഓം മഹാദേവായ നമഃ, ഓം മഹാദേവായ നമഃ, ഓം മഹാദേവായ നമഃ, ഓം നമഃ ശിവായ, 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 ഓം ശിവായ നമഃ, ഓം ശിവായ നമഃ, ഓം ശിവായ നമഃ, ഓം ശിവായ നമഃ. ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത് കൊണ്ടാണ് പോലീസ് ആ പ്രദേശത്തേക്ക് വിളക്ക് കത്തിച്ചത് പോലും അടുപ്പിക്കാൻ സമ്മതിക്കാത്തത്. അപ്പോൾ കോടതിയുടെ വിധി നടപ്പിലാക്കലാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ ദക്ഷിണ വെച്ചിട്ടുള്ള വിളക്ക്, അല്ലെങ്കിൽ ഈ കരയിൽ കത്തിക്കേണ്ട വിളക്ക്, പത്തായക്കല്ലിൽ കത്തിക്കേണ്ട വിളക്ക് ഒരു കാരണവശാലും അവിടെ കയറി കത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ ഭരണസമിതി അംഗങ്ങളുള്ളത്. പോലീസ് വിധി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ അത്യപൂർവമായ കാഴ്ചകളിൽ ഒന്നാണ് ഇത്. പത്തായക്കല്ല് എന്ന് പറയുന്നത് ശിവലിംഗ ആകൃതിയിലുള്ള ഒരു കല്ലാണ് പത്തായക്കല്ല്. ഈ പത്തായക്കല്ലിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടോ എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം.
അതുകൊണ്ടാണ് തൃക്കടവൂരപ്പന്റെ തിരുസന്നിധിയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളുന്ന തെവള്ളിക്കരക്കാരുടെ എടുപ്പ് കുതിരക്കടവിൽ എത്തുന്നതിന് മുമ്പ് ഈ പത്തായക്കല്ലിലെത്തുകയും ഈ പത്തായക്കല്ലിലെത്തി വെറ്റയും വാക്കും സമർപ്പിച്ച് തൃക്കടവൂരപ്പന്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ഈ കുതിരക്കടവിലേക്ക് ചെല്ലുകയും അവിടെ നിന്നും ഭക്തജനങ്ങൾ ഈ കുതിരയെ സ്വീകരിച്ചുകൊണ്ട് മറ്റു കുതിരകളോടൊപ്പം എത്തുകയും മറ്റു കുതിരകളോടൊപ്പം കരക്കാരുടെ കുതിര തിരുവാറാട്ടിനായി പുറപ്പെട്ടതിന് ശേഷം അവിടെ എത്തി ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കുതിരകളെല്ലാം ഒരുമിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോഴാണ് തൃക്കടവൂരപ്പന്റെ തിരുവുത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ഓം നമോ നമ ശിവായ 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 ശങ്കരായ 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 ശങ്കര ശങ്കരായ 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 ശങ്കര ശങ്കര ശിവ 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 ശങ്കരായ ശങ്കര ശങ്കരായ ശിവ ശിവ ശങ്കരായ ശിവ ശിവ ശങ്കരായ ശങ്കരായ നമ ശിവായ ശങ്കര 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 ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവായ ശങ്കരായ 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 ശങ്കര ശങ്കരായ 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 ശങ്കര